ചിരപുരാതനമായ കളത്തൂർ ചാലപ്പള്ളിയിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ്. അരുവിക്കൽ ശ്രീ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ക്ഷേത്രമാണ്. ഇവിടെ കുടികൊള്ളുന്ന മൂർത്തി അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എത്തിയതാണെന്നാണ് പറയപ്പെടുന്നത്, ഐതിഹ്യം പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ചില വഴിപാടുകൾ, അവൽക്കിഴി സമർപ്പണം ഒരു പ്രധാന വഴിപാടാണ്. കുടുംബ ഐശ്വര്യത്തിന് സമ്പൽ സമൃദ്ധിക്കും വേണ്ടി അവൽക്കിഴി സമർപ്പണം എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ ബുധനാഴ്ച അവൽക്കിഴി സമർപ്പണം നടത്തിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ കുചേലനെ എങ്ങനെയൊക്കെയാണോ സമ്പൽ സമൃദ്ധിയെയും ഐശ്വര്യത്തെയും ദാനം ചെയ്തതുപോലെ തന്നെ ക്ഷേത്രത്തിൽ അവൽക്കിഴി സമർപ്പണം നടത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളെയും സമ്പൽ സമൃദ്ധിയെയും പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് എല്ലാ മലയാള മാസത്തിലെയും അമാവാസി നാളിൽ നടക്കുന്ന തിലഹോമം. അതെല്ലാ ഭക്തജനങ്ങൾക്കും തിലഹോമം വഴിപാടായിട്ട് നടത്താനുള്ള എല്ലാ സൗകര്യവും ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട്. 7 തലമുറകളിൽപ്പെട്ട പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തിയെ പ്രാപിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പുണ്യമായിട്ടുള്ള ഒരു കർമ്മമാണ്. അത് കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ തലമുറകൾക്ക് നീണ്ടു നിൽക്കുന്ന സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു പുണ്യ കർമ്മമാണ് ഈ തിലഹോമം നടത്തുക എന്നുള്ളത്. ഓം അനന്തായ നമഃ, ഓം ധനഞ്ജയായ നമഃ, ഓം ബ്രഹ്മണ്യായ നമഃ, ഓം ബ്രഹ്മഹൃദയ നമഃ, ഓം ബ്രഹ്മണേ നമഃ, ഓം ബ്രഹ്മണേ നമഃ, ഓം ബ്രഹ്മവിവർദ്ധനായ നമഃ, ഓം ബ്രഹ്മവിദേ നമഃ, ഓം ബ്രാഹ്മണായ നമഃ, ഓം ബ്രഹ്മിണേ നമഃ, ഓം ബ്രഹ്മിജ്ഞായ നമഃ, ഓം ബ്രാഹ്മണപ്രിയായ നമഃ, ഓം മഹാക്രമായ നമഃ, ഓം മഹാകർമ്മണേ നമഃ, ഓം മഹാതേജസേ നമഃ, ഓം മഹോരകായ നമഃ. ക്ഷേത്രത്തിൽ സന്താന ഗോപാലമൂർത്തി ഭാവത്തിലുള്ള ഭഗവാനാണ്. ആ ഭഗവാൻ ഇവിടെ സന്താന ഗോപാല പൂജയും സന്താന ഗോപാലാർച്ചനയൊക്കെ നടത്തുന്ന ഒത്തിരി ഭക്തജനങ്ങൾക്ക് അതിൻ്റെ ഗുണത്തെ, അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തൃക്കൈവെണ്ണ. ഈ തൃക്കൈവെണ്ണ ക്ഷേത്രത്തിൽ സമർപ്പിക്കുമ്പോൾ അത് കുടുംബത്തിലെ രോഗദുരിതങ്ങളോ അതല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ആണെങ്കിലും മാറ്റിത്തരുന്ന ഭഗവാന്റെ ഏറ്റവും വിശിഷ്ട ഭോജ്യമായിട്ടുള്ള ആ തൃക്കൈവെണ്ണ സമർപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയെ പ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ധന്വന്തരി പൂജയാണ്. ഈ ധന്വന്തരി പൂജ ഇവിടെ നടത്തുന്ന ഭക്തജനങ്ങൾക്ക് 1000 ആരോഗ്യ വർധനം നൽകുന്ന ധന്വന്തരി പൂജയൊക്കെ ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. കൃഷ്ണന്റെ ഏറ്റവും ഇഷ്ടഭോജ്യമായിട്ടുള്ള പാൽപ്പായസ എല്ലാ വ്യാഴാഴ്ചകളിലും ഒട്ടനവധി ആൾക്കാർ പാൽപ്പായസം വഴിപാടായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും നടത്താം. പിന്നെ ത്രിമധുരം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. അതൊക്കെ എല്ലാ തരത്തിലുള്ള ഭക്തജനങ്ങളുടെ എല്ലാ അഭീഷ്ടത്തെയും സാധിച്ചു കൊടുക്കുന്ന ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന വഴിപാടുകളാണ് ഇതെല്ലാം തന്നെ. ഒട്ടനവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ നിത്യേന പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിലൊക്കെ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്താറുണ്ട്.